മനുഷ്യരിലും ദൂതന്മാരിലും ആദിസുന്ദരൻ ആയോനേ. മനുഷ്യരിലും ദൂതന്മാരിലും ആദിസുന്ദരൻ ആയോനേ. അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാക്കണമേ. അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാ. 114 സങ്കീർത്തനം. We will read it in responsively, and verses 8 we will read it together. Verses 7 and 8 we will read it together. I'm going to read it in Malayalam. Whatever translation you have, you please read that way. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ സമുദ്രം കണ്ട് ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി. സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ത്? അടുത്ത രണ്ട് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കുക. അവൻ പാറയെ ജലതടാകവും തീക്കലിനെ നീരുറവും ആക്കിയിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ ഇന്ന് പകൽ എക്സോർട്ട് ചെയ്യാൻ സമയമെടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ആമേൻ, ആ സങ്കീർത്തനത്തിൽ one thing that we can see, in verses 3 and 4 it says the sea, take a look and it run away. And also it says the Jordan turned back and run away and flee. What is happening there? Hallelujah. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ഒരു തടസ്സമായി നിന്ന ഹല്ലേലൂയ റെഡ് സീ, ചെങ്കടലും യോർദാനും ഭയപ്പെട്ട് പിൻവാങ്ങി ഓടിപ്പോയെന്ന് പറയുക. അതിന്റെ കാരണം ഇന്ന് പകലിൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ചെങ്കടൽ നോക്കിയപ്പോൾ, യോർദാൻ നോക്കിയപ്പോൾ ഇസ്രായേൽ ജനത്തെ അല്ല അവിടെ കണ്ടത്, അവരുടെ മുൻപിൽ അധിപതിയായി നിൽക്കുന്ന സർവശക്തനായ ദൈവത്തെയാ. അതുകൊണ്ട് രണ്ടാം വാക്യത്തിൽ പറയുന്നത് in front of them there have a sovereign God, there was a master. ഇന്ന് പകലിൽ ആത്മാവിൽ എത്ര പേർക്ക് അത് തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? വലിയ പ്രതികൂലങ്ങൾ, ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ, സമുദ്രങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കും, പർവ്വതം സമാനമായ വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കും. എന്നാൽ ഇന്ന് പകലിൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പറയണോ, ഞാൻ യുദ്ധത്തിന് നിൽക്കുമ്പോൾ എന്റെ ശക്തി കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് മുൻപായി സർവ സൈന്യാധിപനായ ഒരു ദൈവമുള്ളത് കൊണ്ട്, സർവശക്തനായ ഒരു ദൈവമുള്ളത് കൊണ്ട്, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, അവനെ കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് പ്രതികൂലങ്ങൾ പതറി ഭയപ്പെട്ട് തിരിഞ്ഞു പോകുമെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി പറ, ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, അവന്റെ കരം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, സർവശക്തനായ ദൈവമാണ്. And he is my master and he is the sovereign God. And when the troubles, when the trials, when they take a look, and it is not going to see me but it is going to see the mighty Lord. Hallelujah. അവനെ കാണുമ്പോൾ ഭയപ്പെട്ടു മാറുന്നത് പോലെ ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, എന്റെ മുൻപിൽ നിൽക്കുന്ന വലിയ പർവ്വത സമാനമായ വിഷയങ്ങൾ, ചെങ്കടൽ പോലെ, യോർദാൻ പോലെ മരണകരമായ വിഷയങ്ങൾ ഉണ്ടെങ്കിലോ ഇന്ന് പകലിൽ സർവശക്തനായ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അക്കരെ എത്തിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അധിപതി. Yes Lord, you are our honor, you are the master, you are the sovereign God. This morning as a church we declare that, God, once again we know that who is in control, and once again we proclaim that, God, you are the sovereign God. Hallelujah. Amen, amen, amen. Thank you, Father, for your presence in our midst, that we are not going to run away, that we are not going to be afraid, but we know that, God, that you are in front of us, that you are beside us, that you are around us. Hallelujah. And we give you all the glory and honor. In Jesus' mighty name I pray.
Amen. Please be seated. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അവൻ നമ്മെ മുന്നോട്ട് നയിക്കുവാൻ, ഇതുവരെ കൊണ്ടുവന്ന ദൈവം ഇനിമേലാലും നടത്തുവാൻ വിശ്വസ്തന. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ആമേൻ. ഇതുവരെ കൊണ്ടുവന്ന ദൈവം, പറഞ്ഞോ ഇതുവരെ കൊണ്ടുവന്ന ദൈവം ഇനി നടത്തുവാനും മേലാലും ശക്തന. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആ കർത്താവിന്റെ കരത്തിൽ ആ കര പിടിച്ചുകൊണ്ട് അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ആമേൻ തുടർന്ന് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Every guest, every people, new faces, and thank you for joining with us this morning. I greet you all, I welcome you all, and I thank you for your presence here in the Sharon Fellowship Church of Houston, and anybody those who are watching us through live, and thank you for joining with us. God bless you. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ പാപ്പച്ചൻ, he's been working in the Lord's ministry for the past almost 30 years, in particularly in Maharashtra, in Navi Mumbai. കർത്താവിന്റെ ദാസൻ കുടുംബത്തോടെ അവിടെ ശുശ്രൂഷിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകൾക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കോൺഫറൻസിന്, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ നോർത്ത് അമേരിക്കൻ കോൺഫറൻസ് ഡാളസിൽ വെച്ചാണ് കർത്താവിന്റെ ദാസനെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി തീർന്നത്. ഹ്യൂസ്റ്റണിലേക്ക് വരുന്നു എന്നറിഞ്ഞു. ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ഒരുമിച്ചായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ബൈബിൾ സ്റ്റഡി കർത്താവിന്റെ ദാസൻ നമുക്ക് ഇന്ന് പകലിൽ എടുപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആമേൻ. തുടർന്ന് ഒരു 10 മിനിറ്റ് കർത്താവിന്റെ ദാസൻ നമ്മളെ വന്ന് ഗ്രീറ്റ് ചെയ്യും. സ്തോത്രം. അതുപോലെ തന്നെ പ്രിയ തോമസ് കുര്യൻ അങ്കിളിനെ Are you with the family, uncle? Yes. Praise the Lord, Andy. Praise the Lord. തോമസ് കുര്യൻ അങ്കിളെ ഞാൻ കുറെ നാൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഫോണിൽ കൂടെ ഒന്ന് കാണുവാനും പിന്നീട് പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കാണുവാനും ആമേൻ സംസാരിപ്പാനും ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയ അങ്കിളിനെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നിലൂടെ ചെയ്യിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും കർത്താവിന് ആമേൻ മഹത്വം ഞാൻ കൊടുക്കുന്നു. കർത്താവ് ആ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. And it's very good to see our dear Vineet brother with the family. Amen. God bless you. കർത്താവ് നിങ്ങളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. യെസ്. ആന്റിയുടെ പേരൊന്ന് പറയാമോ? ഓക്കെ. And are you with Vineet Angalan? Okay. Thank you so much, Andy, for coming. Praise the Lord. കർത്താവ് ആന്റി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord. നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയം നമുക്ക് പിന്നീടുണ്ട്. ആ സമയത്ത് ആമേൻ ആർക്കെങ്കിലും ഗ്രീറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ 1-2 വാക്കിൽ ഗ്രീറ്റ് ചെയ്യാനുള്ള ടൈം പിന്നീട് ഉണ്ടായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ ആമേൻ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും യാത്രയിലാണ്.